സൂയിസ് വ്ലോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് SR ബിൽഡേഴ്സിന്റെ പ്രൊജക്ട് നമ്പർ 20 കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അതാണ് നമ്മുടെ ബാക്കിൽ ഈ കാണുന്നത്. അപ്പോൾ ഈ ഒരു വീടിന്റെ ഹോം ടൂർ ആണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ ആരും മറക്കാതെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ വീഡിയോ നിങ്ങൾ പരമാവധി ഫുൾ ആയിട്ട് കാണാനായിട്ട് എല്ലാവരും ശ്രമിക്കുക. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഏറ്റവും ലാസ്റ്റ് വർക്ക് കഴിച്ച വീടാണ് നമ്മുടെ പിന്നിലുള്ളത്. നമ്മളുടെ പ്രൊജക്ട് നമ്പർ 20 ആണ് ഇത് നമ്മളുടെ 19ാമത് നടക്കുകയാണ് വർക്ക്. അത് തൊട്ട് അപ്പുറത്ത് കാണുന്നത് നമ്മുടെ 18ാമത്തെ പ്രോജക്റ്റാണ്. ഇങ്ങനെ ഓരോ പ്രോജക്റ്റുകൾ നമ്മളുടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ 20ാമത്തെ പ്രോജക്റ്റിൻ്റെ വർക്ക് ഒരുവിധം എല്ലാം കംപ്ലീറ്റ് ആയി. നമ്മൾ താക്കോല് നമ്മളുടെ കസ്റ്റമർക്ക് കൊടുത്തു. സുജിത്തേട്ടനും ഫാമിലിയുടെയും വീടാണ് ഇത്. 1950 സ്ക്വയർ ഫീറ്റ് ആണ് ഈ വീട് വരുന്നത് കേട്ടോ. മൊത്തം 4 ബെഡ്റൂമിലാണ് വരുന്നത്. നോർമൽ ഇപ്പോൾ എല്ലാ വീടുകളിലുള്ള ലിവിങ്, ഡൈനിങ്, സിറ്റ് ഔട്ട്, അതുപോലെ 4 ബെഡ്റൂം, അതിൽ 3 അറ്റാച്ച്ഡ് ബാത്റൂം, ഒരെണ്ണം കോമൺ അറ്റാച്ച്ഡ് ആയിട്ടാണ് കൊടുക്കണേ. പിന്നെ ഓപ്പൺ കിച്ചൺ, എല്ലാം ഇന്ന് ഒരുവിധം ട്രെൻഡിങ് ആയിട്ടുള്ള ഒരുവിധം എല്ലാ സൗകര്യങ്ങളും എന്താ പറയുക ബഡ്ജറ്റായിട്ട് യൂസ് ചെയ്തിട്ട് പണിതിട്ടുള്ള ഒരു സ്വപ്ന ഭവനാണ് ഇത്. അപ്പോൾ ഇതിൻ്റെ ഫുൾ വീഡിയോ ആണ് നമ്മൾ കാണാൻ പോകുന്നത്. നമുക്കിനി ഉള്ളിലേക്ക് കടന്നിട്ട് ഓരോ ഡീറ്റെയിൽസും നിങ്ങൾക്ക് പറഞ്ഞു തരാം. നമ്മളുടെ ഫ്രണ്ട് വ്യൂ ആണ് നമ്മളുടെ ഈ വീടിൻ്റെ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു ഏരിയ നമ്മളുടെ കയറി വരുന്ന സിറ്റ് ഔട്ടിൻ്റെ ഇപ്പുറത്തെ ഏരിയ നമ്മൾ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡാർക്ക് ഗ്രേ തീമിൽ നമ്മൾ ഈ അടി തൊട്ട് മേലെ വരെ ഫുള്ളായിട്ട് ക്ലാഡിങ് ടൈലാണ് കൊടുത്തിരിക്കുന്നത്. അത് ഇങ്ങനെ ഒരു ചെറിയ ഗ്രൂവ് ആയിട്ട് വരുന്ന 2x1 ടൈലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അത് ഗമ്മിൽ ഒട്ടിച്ച് നല്ല അടിപൊളിയാക്കി. പിന്നെ സാധാരണ നോർമൽ ആയിട്ടുള്ള ഫാൻസി ലൈറ്റുകളും കാര്യങ്ങളൊക്കെ കൊടുത്ത് നല്ല സെറ്റ് ആക്കിയിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഈ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ കാണുന്നത് നമ്മളുടെ സിറ്റ് ഔട്ട് ആണ്. സിറ്റ് ഔട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുത്തിരിക്കുന്നത് ഫുൾ ഗ്രാനൈറ്റ് ആണ്. അത് ലപ്പോത്ര ഫിനിഷിൽ വരുന്ന ഗ്രാനൈറ്റ് ആണ് ഫുള്ള് കൊടുത്തിരിക്കുന്നത്. പില്ലറും അതുപോലെ തന്നെ ആ സെയിം ക്ലാഡിങ് ടൈൽ തന്നെയാണ് നമ്മൾ ഇവിടെ കൊടുത്തിരിക്കുന്നത്. നല്ല ഒരു ഡാർക്ക് ഗ്രേ ആയതുകൊണ്ട് നമ്മളുടെ ഈ ഒരു ഷെയ്ഡ് ലൈറ്റും വരുന്നത് കൊണ്ട് ഇത് ശരിക്കും എടുത്ത് കാണിക്കുന്ന രീതിയിൽ ആ കളർ നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നത് കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ ആദ്യം വീട് പ്ലാൻ ചെയ്യുമ്പോൾ തന്നെ അവരോട് കസ്റ്റമർക്ക് ഏറ്റവും ഇഷ്ടമുള്ള കളറ് ഏതാണെന്ന് ചോദിച്ചതിന് ശേഷം അവർക്കൊരു തീം ഉണ്ടാക്കി കൊടുക്കും. അപ്പോൾ അവർക്ക് ഏറ്റവും ഇഷ്ടമായത് ഗ്രേ വൈറ്റ് തീമാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടമായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതായിരുന്നു നമ്മുടെ പ്ലാൻ. പിന്നെ പതുക്കെ വർക്ക് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ പതുക്കെ ചേഞ്ച് ആക്കിയിട്ട് അതൊരു സാൻഡിൽ കളറിലേക്ക് ആക്കി. ലൈറ്റ് സാൻഡിൽ കളർ. അപ്പോൾ നമ്മൾ സിറ്റ് ഔട്ടിൽ നിന്ന് നമ്മൾ വീടിന്റെ അകത്തേക്ക് കടക്കുമ്പോൾ നമ്മൾ കൊടുത്തിരിക്കുന്ന വാതില് ഫുൾ തേക്കിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇതിനൊരു സൈഡ് സിംഗിൾ വിൻഡോയും കൊടുത്തിട്ടുണ്ട്. നമുക്ക് പുറത്താരെങ്കിലും വന്നു കഴിഞ്ഞാൽ കാണാൻ വേണ്ടിയിട്ട് ഉള്ളിൽ നിന്നുള്ളൊരു വ്യൂ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു വിൻഡോയും വെച്ചിട്ടുണ്ട്. ആ വിൻഡോയ്ക്ക് നമ്മൾ മിറർ ഗ്ലാസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഒരു ലൈറ്റ് ഗ്രീൻ കളറിലുള്ള മിറർ ഗ്ലാസ് ആണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഫുള്ള് ടീക്കിലാണ് ചെയ്തിരിക്കുന്നത്. നല്ല അടിപൊളി ടീക്കിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഹാൻഡിൽ കുറച്ച് ലോങ് ഹാൻഡിലാണ്
ടൈലാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഡോർ ചെയ്തിരിക്കുന്ന ഒരു ഫാദർ ആൻഡ് സൺ ഒരു കോമ്പോയിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. തുറന്ന് നമുക്ക് വീടിൻ്റെ അകത്തേക്ക് ഇനി കിടക്കാം. നമ്മൾ വീട്ടിലേക്ക് നേരെ കയറി വന്ന കാണുന്ന ലിവിങ് ഏരിയ ആണ് ഇത്. ലിവിങ് ഏരിയയിലേക്ക് ആദ്യം കയറി വരുമ്പോൾ നമുക്ക് കാണുന്നത് നേരെ ടൈലാണ്. നമ്മൾ ഇതിലിപ്പോൾ യൂസ് ചെയ്തിരിക്കുന്നത് സിംബോളോടെ 1600-800 സൈസിൽ വരുന്ന ആമസോൺ ഗ്രേ കാർവിംഗ് എന്ന് പറഞ്ഞുള്ള ടൈലാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് ലൈറ്റൊക്കെ വന്ന ചെറിയ ഗ്ലിറ്ററിങ് കാര്യങ്ങളൊക്കെ വരും. മാറ്റ് ഫിനിഷാണ്. നല്ല ലൈറ്റിംഗ് ഒക്കെ വരുമ്പോൾ നല്ല ലൈറ്റ് നമ്മൾ വീട് പണി തുടങ്ങിയ സമയത്ത് തന്നെ കുറച്ച് വിൻഡോസ് ഹാളിൽ കുറവായതുകൊണ്ട് നമ്മൾ ലൈറ്റ് ഷെയ്ഡിലുള്ള ടൈലാണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു കളറിലുള്ള ടൈല് നമ്മൾ സെലക്ട് ചെയ്തിട്ട്. നല്ല ടൈലാണ്. നമ്മൾ ഒട്ടിച്ച സമയത്ത് ഇത്ര ഭംഗി തോന്നിയിരുന്നില്ല, പക്ഷേ വർക്കൊക്കെ കഴിഞ്ഞപ്പോൾ നല്ലൊരു ലുക്ക് നൽകാൻ വേണ്ടിയിട്ട് ഈ ടൈലിന് പറ്റുന്നുണ്ട് കേട്ടോ. നേരെ കഴിഞ്ഞാൽ പിന്നെ ഫുള്ള് ഇൻറ്റീരിയൽ ഫുള്ള് പുട്ടി വർക്കാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. കട്ടൺസ് കൊടുത്തിട്ടുണ്ട്. ടീക്കിൻ്റെ ഒരു കോർണർ സെറ്റി കൊടുത്തിട്ടുണ്ട്. ഓർക്കിഡ് മോഡലാണ് ഈ സെറ്റി കൊടുത്തിരിക്കുന്നത്. പിന്നെ ചെറിയൊരു ടേബിൾ കൊടുത്തിട്ടുണ്ട്. ചെണ്ട മോഡലിലുള്ള ഒരു ടേബിളാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ പൂജയുടെ ഒരു സെക്ഷനാണ്. ചെറിയൊരു പൂജാ യൂണിറ്റാണ് ഇവർക്ക് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മളൊരു പൂജയുടെ സെക്ഷൻ കൊടുത്തു. ഇത് ഫുള്ള് മൾട്ടിവുഡിലാണ് ചെയ്തിരിക്കുന്നത്. മൈക്ക് ഒട്ടിച്ച് വൈറ്റും ഒരു വുഡൻ ടീക്ക് ഫിനിഷിൻ്റെ ഡിസൈൻ വരുന്ന ഒരു മൈക്കാണ് ഇതിൽ ചെയ്തിരിക്കുന്നത്. 2 ചെറിയ ഷെൽഫ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ചന്ദനത്തിരി, വിളക്കിൻ്റെ എണ്ണ, തീപ്പെട്ടി അങ്ങനത്തെ സാധനങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് 2 ചെറിയ ഷെൽഫും പിന്നെ ബാക്കി വലിയ സാധനങ്ങൾ വെക്കാൻ വേണ്ടിയിട്ട് 2 വലിയ ഷെൽഫും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫുൾ വലിയ 2 ഡോർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വിളക്ക് വെക്കുന്ന സമയത്ത് ഇതുപോലെ തുറന്ന് നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ വിളക്ക് വയ്ക്കാവുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. ഓടിൻ്റെ ഒരു കൃഷ്ണൻ്റെ രൂപം കൊടുത്തിട്ടുണ്ട്. ബാക്കിലൊരു നെറ്റിപ്പട്ടം കൊടുത്തു. ബാക്കിലൊരു വൈറ്റ് മൈക്ക് തന്നെ വർക്ക് കൊടുത്തിരിക്കണം. ചെറിയൊരു വിളക്ക്, ഇതിൻ്റെ ഭാഗമായിട്ടുള്ള ചെറിയ വിളക്കും വെച്ച് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിന്നുകൊണ്ട് നമുക്ക് വിളക്ക് വയ്ക്കാവുന്ന രീതിയിൽ ചെറിയൊരു പ്രയർ യൂണിറ്റ് ആയിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത് കേട്ടോ. പിന്നെ നേരെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ടി വി യൂണിറ്റാണ്. ടി വി യൂണിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 55 ഇഞ്ചിൻ്റെ ടി വിയാണ് നമ്മൾ വെച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് തൊട്ട് അവിടെ വരെ വലുപ്പത്തിൽ കൊടുത്താലാണ് അതിന് ഭംഗി വരുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊരു ലൈറ്റും ഡാർക്കും വരുന്ന രീതിയിൽ. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പൂജയുടെ യൂണിറ്റ് ആയതുകൊണ്ട് തന്നെ ഇതിനെ പാട്ടാക്കി നിർത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഡാർക്ക് ലൂവർ വർക്ക് ഇവിടെ കൊടുത്തത്. അതിനുശേഷം ഇതിനെ മാറ്റുന്നത്. അല്ലെങ്കിൽ ഇത് രണ്ടും കൂടി കയറി മെർജാവുന്ന സമയത്ത് അതിനൊരു ഒരു 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 സുഖം ഉണ്ടാവില്ല. അതുകൊണ്ട് നമ്മളിങ്ങനെ മാറ്റി നിർത്താൻ വേണ്ടിയിട്ട് ഒരു ഡാർക്ക് ഇതിൻ്റെ ഉള്ളിൽ കൊടുത്തു. ഇവിടെ ചെറിയൊരു പ്ലാന്റും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യണം. അപ്പോഴാണ് കുറച്ചും കൂടി ഭംഗി വരുള്ളൂ. ഫുള്ള് 55 ഇഞ്ചിൻ്റെ ഒരു LED ടി വി കൊടുത്ത് ബാക്കിൽ സ്ട്രിപ്പ് ലൈറ്റ് കാര്യങ്ങളൊക്കെ കൊടുത്തുട്ടാ. ഇതാണ് ലിവിങ് ഏരിയയുടെ വർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളുടെ 20ാമത്തെ പ്രോജക്റ്റ് നമ്മൾ സുജിത്തേട്ടനും ഫാമിലിക്കും വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വീട് ചെയ്തത്. അപ്പോൾ സുജിത്തേട്ടൻ നമ്മുടെ അടുത്തുണ്ട്. സുജിത്തേട്ടനോട് നമ്മുടെ വീടിനെ കുറിച്ച് അതുപോലെ നമ്മുടെ വർക്കിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിക്കാം. ഒന്ന് ആദ്യം പരിചയപ്പെടാം. എൻ്റെ പേര് സുജിത്ത്. ഇവിടെ എന്ന് വെച്ചാൽ ഇപ്പോൾ എനിക്ക് ഉള്ളതെന്ന് വെച്ചാൽ അമ്മ, അച്ഛൻ, വൈഫ്, 2 കുട്ടികളാണ് ഉള്ളത്. പിന്നെ അവരിപ്പോൾ എല്ലാവരും നമ്മുടെ കൂടെ താമസിക്കുന്നത്, ഒരുമിച്ചാണ് താമസിക്കുന്നത്. ഞാൻ ഇവിടെ ഇപ്പോൾ 6 വർഷമായിട്ട് ഞാൻ പുറത്താണ്. പിന്നെ ഇവിടെ തൈക്കാട്ടിശ്ശേരി തേമാലിപ്പാട് ആദ്യം ഞങ്ങൾ താമസിച്ചത്. അപ്പോൾ ഞങ്ങൾ കുറേ നാളുകളായിട്ട് വാടകയ്ക്കാണ്. അപ്പോൾ ഇപ്പോൾ കുറേ നാളായിട്ട് വീട് വേണം എന്നൊരു മൈൻഡ് ഉണ്ടായിരുന്നു. അങ്ങനെ ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ സ്ഥലം മേടിച്ചിട്ടു. പിന്നെ ഞാൻ അവിടെ പോയിട്ട് 1 കൊല്ലം കഴിയുമ്പോൾ വീട് പണി തുടങ്ങാമെന്ന മൈൻഡ് ആയിരുന്നു. അങ്ങനെ ഇങ്ങനെ തുടങ്ങാനായിട്ട് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി എൻ്റെ ഫ്രണ്ടിനോടാണ് ഞാൻ ആദ്യം പറഞ്ഞിരുന്നത്. അപ്പോൾ പിന്നെ രഞ്ജിത്തും സനീപും ഇപ്പോൾ നമ്മുടെ തൊട്ടപ്പുറത്തെ പ്രോപ്പർട്ടി വാങ്ങിയതിൻ്റെ അടുത്ത് 2 വീട് പണിതിരുന്നു. അത് കണ്ടപ്പോൾ ഇഷ്ടമായി. അപ്പം അങ്ങനെ പിന്നെ അവരോട് കൂടുതൽ അവരുടെ കാര്യങ്ങൾ അന്വേഷിച്ചപ്പോൾ അവർക്ക് വിശ്വസിക്കാം എന്ന ഒരു ഇതിൽ എല്ലാവരും പറഞ്ഞു. അപ്പൊ അങ്ങനെ അവർക്ക് നമ്മളത് കൊടുത്തത്. അങ്ങനെയാണ് നമ്മൾ അപ്രോച്ച് ചെയ്തത്. അപ്പോൾ നമ്മൾ വിശ്വസിച്ച് ഏൽപ്പിച്ച ഒരു വീട് സുജിതന്റെ മനസ്സിൽ ഒരു കോൺസെപ്റ്റ് ഉണ്ടാവുള്ളൂ ഒരു വീടിനെ കുറിച്ച്. ആ രീതിയിലേക്ക് എത്തിയിട്ടുണ്ടോ എങ്ങനെ, അല്ലെങ്കിൽ പണിത വീടിനെ കുറിച്ചുള്ള കാര്യങ്ങൾ? സംഭവം നമ്മളെന്നാ പ്ലാൻ മാത്രമേ കണ്ടിരുന്നുള്ളൂ. നമ്മൾ ഇങ്ങനെ ആവുന്ന ഒരിക്കലും നമ്മൾ പ്രതീക്ഷിച്ചിട്ടില്ലേ. നമ്മൾ ഇവിടെ വന്നപ്പോഴാണ് കണ്ടത്. അപ്പോൾ നമ്മൾ വിചാരിച്ചേക്കാളും അത് നല്ല ഭംഗിയില് ഫിനിഷ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ ഒരു വിശ്വസിക്കാൻ പറ്റുന്ന അപ്പുറമായിട്ട് നമ്മൾ എന്ത് സജഷൻ പറഞ്ഞാലും അതിന്റെ അഗൈൻസ്റ്റ് അവർ അതിന്റെ ഇത് ചെയ്യും. അല്ലെങ്കിൽ അത് പറ്റില്ലെങ്കിൽ പറ്റില്ല എന്ന് പറയും. ഒരു കൂടെ പറപ്പിന്റെ പോലെ തന്നെ അവര് നിന്ന് ചെയ്ത് തന്നുണ്ട്. അപ്പൊ അവര് കൊണ്ട് എന്തായാലും 100% അവരെ നമുക്ക് ഇതാക്കാം. രേവതി ചേച്ചി, എന്താ വീടിനെ കുറിച്ചുള്ള അഭിപ്രായം?
സ്വപ്നം യാഥാർത്ഥ്യാവുന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടില്ലേ? ആ, അതുപോലെ ആ. നമ്മളിങ്ങനെ വീടിനെ കുറിച്ചൊക്കെ ആദ്യമേ തന്നെ ഇങ്ങനെ ചിന്തിക്കുമ്പോൾ ഓരോ വീട് പണിയാനാണ് പോകും. നമുക്കും ഇതുമാതിരി ഒരു വീട് വേണം അങ്ങനെയൊക്കെ വിചാരിച്ചിരുന്ന് അങ്ങനെ നമ്മൾ സ്ഥലം വാങ്ങിക്കണു. അങ്ങനെയാണ് നമ്മൾ ഇവിടെ അടുത്ത് നിങ്ങളെ കണ്ട് പരിചയപ്പെട്ടത്. അതിനുശേഷം പിന്നെ വീട് പണിയൊക്കെ തുടങ്ങി. നല്ല അഭിപ്രായമാണ് വന്നവർക്കായാലും ഇപ്പം ഞങ്ങൾക്കായാലും. ഞങ്ങളുടെ വീട് എങ്ങനെയാണോ ഞങ്ങൾ കണ്ടത് അതിനേക്കാളും നല്ല ഭംഗിയിൽ പ്രതീക്ഷിച്ചേക്കാളും കൂടുതലായിട്ട് വന്നു. അപ്പൊ സന്തോഷം. സുധണ്ണ എനിക്ക് തോന്നുന്നു ഗൾഫിൽ ഇരുന്നുകൊണ്ട് നമ്മളാകെ എനിക്ക് തോന്നുന്നു മുന്നേ കണ്ടിട്ടില്ല, ആദ്യമായിട്ടാ കാണുന്നത്. ആദ്യമായിട്ട് കാണും. അവിടെ ഇരുന്നു കൊണ്ടാണ് നമ്മൾ എല്ലാ ഡീലിങ്സ്, ഈവൻ ഓ ക്യാഷ് അടക്കമുള്ള ഡീലിങ്ങുകളൊക്കെ നമ്മൾ ചെയ്ത് ഓ അവിടെയാണ്. അപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും വിദേശത്തുള്ള ഒരാള് ഇവിടെ വർക്ക് ഏൽപ്പിക്കുന്ന സമയത്ത് ചെറിയൊരു ഭയം കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഓ ഈവൻ എനിക്കായാലും ഓ ഉണ്ടാവും. അങ്ങനെയുള്ള ഒരു ഇത് അങ്ങനെ സുധണ്ണ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ? ഇല്ല, എനിക്ക് ആദ്യം ഒരു ഇതുണ്ടായിരുന്നു. കാരണം ആ. നമ്മുടെ നാട്ടിലില്ല. ആ. പിന്നെ നമ്മൾ ഫുള്ള് ലോൺ എടുത്തിട്ടാണ് നമ്മൾ സംഭവം ചെയ്യണത്. ആ. അപ്പൊ എന്തെങ്കിലും ഒരു ഫോൾട്ട് വന്ന് ഒരു സ്റ്റോപ്പ് ആയി കഴിഞ്ഞാൽ നമ്മളിൽ പിന്നെ തിരിക്കാനൊന്നിനുമില്ല. ഓ, ഒക്കെ നമ്മളുടെ ആ ഫണ്ടിന്റെ ഒക്കെ ലോണിന്റെ അഗൻസ്റ്റ് ആണ്. ഓക്കെ. അപ്പൊ പിന്നെ നോക്കി പിന്നെ കൂടുതൽ ഇതായപ്പോ നിങ്ങളോട് കൂടുതൽ വിശ്വസ്തയായി. പിന്നെ അങ്ങനെ ക്യാഷിന്റെ ഇതിലൊന്നും നമുക്ക് ഇതില്ല. നിങ്ങൾ പറഞ്ഞ പേടിക്കേണ്ട ആവശ്യമില്ല. ടൈമില് ഓക്കെ. എല്ലാം ഭംഗിയായി. പിന്നെ നമ്മള് ക്യാഷിന്റെ കേസിലൊന്നും ഇതുവരെ നമുക്ക് ഒരു പ്രശ്നം പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. വന്നിട്ടില്ല. അപ്പൊ ഒരുപാട് സന്തോഷം അല്ലേ? ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ ലിവിങ് ഏരിയയിൽ നിന്ന് നേരെ നമുക്ക് ഡൈനിങ് ആണ്. ഇവിടെ ലിവിങ്ങിനേക്കാളും വലിയ ഡൈനിങ് ആണ് നമ്മൾ ഇവിടെ കൊടുത്തിരിക്കണേ. ഇവിടെ ഒരു പാർട്ടീഷൻ വാള് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ട് സൈഡിൽ നിന്നും വ്യൂ കിട്ടുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. കുറച്ചും കൂടി ഹെവി ആയിട്ടുള്ള ഒരു പാർട്ടീഷൻ വർക്കാണ് നമ്മളിവിടെ ചെയ്തിരിക്കുന്നത് കേട്ടോ. ഇത് ശരിക്കും മൾട്ടിവുഡും അതുപോലെ തന്നെ 710 ഗ്രേഡ് പ്ലൈവുഡും കൂടിയിട്ട് മിക്സ് ചെയ്തിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇത് പൊന്തിച്ച് വെക്കാൻ തന്നെ ഏകദേശം ഒരു 4-5 ആൾ വേണം. അപ്പോൾ അത്രയും വെയിറ്റ് ആയതുകൊണ്ടും ഇതിന് എന്താ പറയുക, ഇത് ബാലൻസ് ആയി ബെൻഡ് ആവാണ്ട് നിൽക്കാനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ഇതിൻ്റെ ഫ്രെയിം മുഴുവനായിട്ട് കൊടുത്തിരിക്കുന്നതും പ്ലൈവുഡിലാണ്. എന്നിട്ട് ബാക്കിയുള്ള പീസുകളാണ് മൾട്ടിവുഡ് കൊടുത്തിരിക്കുന്നത്. ഫുള്ളായിട്ട് മൾട്ടിവുഡ് കൊടുത്തു കഴിഞ്ഞാൽ ഇതിന് ബെൻഡ് ആവാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്തിരിക്കുന്നത്. ഒരു ടീക്കിൻ്റെ മൈക്കാണ്, ഒരു ഗ്ലോസി അല്ലാത്തൊരു സെമി ടൈപ്പിലുള്ളൊരു മൈക്കാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് വെറുതെ കള്ളികൾ കൊടുത്തിരിക്കുന്നു, അതിന് ചെറിയ ഒരു പാട്ടുകൾ കൊടുത്ത് തിരിച്ചിരിക്കുന്നു. ഇവിടെ ഡൈനിങ്ങിലേക്ക് വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ഏരിയ, ലിവിങ്ങിനേക്കാളും ഞാൻ നേരത്തെ പറഞ്ഞ ലിവിങ്ങിനേക്കാളും കൂടുതൽ ഏരിയ ഡൈനിങ്ങിലാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഇവിടുത്തെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ ഒരു വാൾപേപ്പറാണ്. വന്ന ഒരുപാട് ആളുകൾ ഇത് ചോദിച്ചു, വാൾപേപ്പർ ആണോ അതോ പെയിന്റിങ് ചെയ്തതാണോ എന്നൊക്കെ ഒരുപാട് പേര് ചോദിച്ചിരുന്നുണ്ട്. പക്ഷെ ഇതൊരു വാൾപേപ്പറാണ്, ഇത്തിരി നല്ല പ്രീമിയം ക്വാളിറ്റി ഉള്ള വാൾപേപ്പറാണ്. അപ്പോൾ ഇതാവുമ്പോൾ നമുക്ക് എന്താ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈവൻ ഒരു 1 ഇയറോ 2 ഇയറോ അല്ലെങ്കിൽ എത്ര വർഷം കഴിഞ്ഞ് നമുക്കൊന്നും കളറൊന്നും മാറ്റി പിടിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മാറ്റാൻ പറ്റും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു വാൾപേപ്പർ കൊടുത്തത്. ഇതിൻ്റെ തീം നോക്കിക്കഴിഞ്ഞാൽ നമ്മൾക്ക് ആദ്യം തൊട്ടേ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. ഒരേ ഗ്രേ അല്ലെങ്കിൽ ഒരു ബ്ലൂ, എന്താ പറയുക, അല്ലെങ്കിൽ ടീക്കിൻ്റെ ആ കളർ വരുന്ന അതേ ഒരു കോംബോയിലാണ് നമ്മൾ എല്ലാം പോകുന്നത് കേട്ടോ. അപ്പോൾ ഈവൻ വീടിൻ്റെ പെയിൻറ്റിങ് മുതൽ അതുപോലെ തന്നെ ഇൻറ്റീരിയറിൻ്റെ ഈ ഒരു വർക്ക് എല്ലാം കളറുകൾ ഓരോ കോംബോയിലാണ് പോണേ. അപ്പോൾ നിങ്ങൾക്കത് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാം കേട്ടോ. അത് നമ്മൾ ആദ്യം തന്നെ പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ അതേ കളറിലുള്ള ഓരോ സാധനങ്ങളാണ് നമ്മൾ സെലക്ട് ചെയ്യുക. അപ്പോൾ ഇതിനൊരു ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ഔട്ടറായിട്ട് ഒരു ഫ്രെയിം നമ്മൾ വർക്ക് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താ പറയുക ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതിനെ സ്പോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് 3 സ്പോട്ട് ലൈറ്റും നമ്മൾ കൊടുത്തിട്ടുണ്ട്. സിലിണ്ടർ ടൈപ്പ് സ്പോട്ട് ലൈറ്റാണ് കൊടുത്തിരിക്കുന്നത്. അത് പേപ്പറിൻ്റെ ഒരു ഭംഗി നമുക്ക് എടുത്ത് കാണിക്കാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ മാത്രമല്ല, നമ്മൾ ആദ്യം തന്നെ ഇത് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. മേലെ ബാത്റൂം വരുന്നത് കൊണ്ട് എല്ലാ ബാത്റൂമുകളും നമ്മൾ വർക്ക് ചെയ്യുന്ന എല്ലാ ബാത്റൂമുകളും കൺസീൽഡ് ആയിട്ട്, മീൻസ് താഴ്ത്തി ഇടുന്ന രീതിയിൽ എല്ലാ ബാത്റൂമുകളും ചെയ്യണം. ഈവൻ ഗ്രൗണ്ട് ഫ്ലോർ ആയാലും അങ്ങനെ തന്നെ ചെയ്യുക. അപ്പോൾ ആ ബീമാണ് നമ്മൾ ഇവിടെ നിൽക്കുന്നത്. അത് ഹൈഡ് ആവാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു പാനലൊക്കെ ചെയ്ത് ഈ ഒരു വർക്കിലേക്ക് എത്തിച്ചത് കേട്ടോ. അപ്പോൾ അത് ഹൈഡ് ആവുകയും ചെയ്ത് ഇവിടെ ഒരു നല്ലൊരു ലുക്ക് തരാനും ഇതിന് പറ്റി. ഡൈനിങ് ടേബിൾ കൊടുത്തിട്ടുണ്ട്. ഇത് മറ്റേ ഫുൾ ടൈപ്പ് പാവാട ചെയർ എന്നൊക്കെ പറയുന്ന, നാടൻ ഭാഷയിൽ പറയുന്ന അതേ ചെയറാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ചെയറിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ ക്ലോസ് ചെയ്തിട്ടാലും നമുക്കൊരു ഔട്ടർ ലുക്ക് ഈ ഒരു ഡൈനിങ് ടേബിളിന് കിട്ടും. എന്നിട്ട് പ്ലെയിൻ ഗ്ലാസ് കൊടുത്ത് ബബിൾസും കാര്യങ്ങളൊക്കെ ഇതിലിട്ടിട്ടുണ്ട്. ആ ഏരിയ ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞു, നമുക്ക് വിൻഡോ സ്പേസ് വളരെ കുറവായതുകൊണ്ട് ചെറിയ വിൻഡോസാണ് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് വെളിച്ചം കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ലൈറ്റ് ഷെയ്ഡ് ടൈല് യൂസ് ചെയ്തിരിക്കുന്നത് കേട്ടോ. സീലിങ്ങിലേക്ക് പോവുകയാണെങ്കിൽ എല്ലായിടത്തും ഇവിടെ പുട്ടി ഫിനിഷാണ് വരുന്നത്. ലൈറ്റുകൾ നമ്മൾ സിലിണ്ടർ ടൈപ്പ് ലൈറ്റുകളാണ്, ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള സിലിണ്ടർ ടൈപ്പ് സ്പോട്ട് ലൈറ്റുകളാണ് നമ്മൾ എന്താ പറയുക സീലിങ്ങിൽ കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഒരു സിമ്പിളായിട്ടുള്ള റിങ് ടൈപ്പ് 3 കളർ ഒരു ഫാൻസി ഹാങ്ങിങ് ലൈറ്റ് നമ്മൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനോട് കളർ മാച്ചിങ് ആവുന്ന രീതിയിൽ ഒരു ഗോൾഡൻ കളറാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്.
ഇവിടെ നേരെ വന്നു കഴിഞ്ഞാൽ ഇപ്പുറത്തെ സൈഡ് മേലേക്ക് പോകാനുള്ള സ്റ്റയറിൻ്റെ വർക്ക് ഹാൻഡ് റെയിൽ സ്റ്റീലിലാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ വലിയ ഒരു ലെഗ് കൊടുത്തിട്ടുണ്ട്, വുഡൻ ലെഗാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ മേലേക്കുള്ള സ്റ്റയറുകൾ അത് ഗ്രാനൈറ്റ് ലപ്പോത്തറ ഫിനിഷിലാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ഏരിയയിലേക്ക് വരെ കഴിഞ്ഞാൽ വാഷ് ഏരിയ ആണ്. വാഷ് ഏരിയ നമ്മൾക്ക് ഈ ഒരു വ്യൂവും മാച്ച് ആവാൻ വേണ്ടിയിട്ട് ഫുൾ വർക്കിലാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ലൂവർ വർക്കാണ് കൊടുത്തത്. അടി തൊട്ട് 10 അടി മേലയിലാണ് ഈ ലൂവർ ഒട്ടിച്ചിരിക്കുന്നത്. ഇവിടെ 3 കളർ ലൈറ്റിംഗ് ഉള്ള ഒരു ടച്ച് മിററും നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇതിലൊരു പ്ലാന്റ് ആണ് നമ്മൾ വെച്ചിട്ട്, ഇവിടുത്തെ പ്ലാന്റ് വന്നിട്ടില്ല, വലിയ പോട്ട് വെച്ചിട്ടുള്ള പ്ലാന്റ് ആണ് ഇവിടെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിനാണ് ഈ സ്പേസ് ഇട്ടിരിക്കുന്നത്. ഗ്രാനൈറ്റ് ഇട്ടിട്ട് വലിയ ഫുള്ള് വാഷ് ബേസിൻ വെച്ചിരിക്കണം. 1 ഫീറ്റിൻ്റെ ഒരു പ്രീമിയം ടാപ്പും നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. ബാക്കി നോർമലായിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഈ സ്റ്റയറിൻ്റെ ഏരിയ നമുക്ക് യൂസായി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഇത്രയും ഏരിയ നമ്മൾ അടിയിലിട്ടിരിക്കുന്ന അതേ ടൈലിട്ടിട്ട് നമ്മൾ ഒരു അയൺ ഏരിയ ആയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇപ്പുറത്ത് നമുക്കിപ്പോൾ കുട്ടികൾക്കൊക്കെ സ്റ്റഡി ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഇരുന്ന് പഠിക്കാൻ വേണ്ടിയിട്ടുള്ളത്, ഇവിടെ സാധനങ്ങൾ നമ്മളിപ്പോൾ ഇവർ ഗിഫ്റ്റ് കിട്ടിയ സാധനങ്ങളൊക്കെ വെച്ചിരിക്കുകയാണ്. ഈ ഒരു ഏരിയ നമ്മൾ കൊടുത്തിട്ടുണ്ട്. എല്ലാത്തിനും കബോർഡ്സ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് സാധനങ്ങൾ, ബുക്സ് ആയാലും കുട്ടികളുടെ ബാഗ് ആയാലും സാധനങ്ങളൊക്കെ എടുത്തു വയ്ക്കാൻ വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങൾ നമ്മളും കൊടുത്തിട്ടുണ്ട്. ഇത് നല്ല ഒരു ഏരിയയിലാണ് ഈ ഒരു ഡൈനിങ് സ്പേസ് ഇവിടെ ഉള്ളത് കേട്ടോ. അപ്പോൾ ഇതാണ് ഈ ഒരു എന്താ പറയുക, ഡൈനിങ് ഏരിയയുടെ ലുക്ക് എന്ന് പറയുന്നത്. ഇനി നമുക്ക് മാസ്റ്റർ ബെഡ്റൂമിലേക്ക് കടക്കാം. അപ്പോൾ ഇവിടുത്തെ മാസ്റ്റർ ബെഡ്റൂമിലേക്കാണ് നമ്മൾ വരുന്നത്, ഗ്രൗണ്ട് ഫ്ലോറിലത്തെ. ഇവിടെ നമ്മൾ കൊടുത്തിരിക്കുന്നത് ഈ ബെഡ്റൂമിൻ്റെ സൈസ് എന്ന് പറയുന്നത് 14 അടി നീളം 10 അടി വീതിയാണ്. ഞാൻ പക്കയായിട്ടല്ല പറയണത്, ഇത് നമ്മളെല്ലാം വാസ്തു അനുസരിച്ചാണ് ഇതെല്ലാം ചെയ്തിരിക്കണേ. ഞാൻ ആവറേജാണ് പറയുന്നത്. 14 അടി നീളം 10 അടി വീതി. അത്യാവശ്യം വലിയ ഒരു ബെഡ്റൂം സൈസാണ്. ഒരു കിങ് സൈസ് കട്ടിൽ ടീക്കിൻ്റെ ഇട്ടിട്ടുണ്ട്. ഓർക്കിഡ് ഡിസൈനിൽ വരുന്ന കട്ടിലാണ് സുജാട്ടൻ ഇട്ടിരിക്കണേ. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 കള്ളി ഒരു വാർഡ്രോബ് കൊടുത്തിട്ടുണ്ട്, ചെറിയൊരു ഷെൽഫ് കൊടുത്തിട്ടുണ്ട്. കുട്ടികളുടെ മേക്കപ്പ് സാധനങ്ങളും വെക്കാൻ വേണ്ടിയിട്ട് ഫുൾ മിറർ അടി തൊട്ട് മേലെ വരെയുള്ള ഫുൾ മിററും കൊടുത്തിട്ടുണ്ട്. 2 വിൻഡോസ് വരുന്നുണ്ട്. 2 ബ്ലൈൻഡ്സ് വെച്ചിട്ട് നമ്മൾ ക്ലോസ് ചെയ്തിട്ടുണ്ട്. പിന്നെ നോർമൽ നമ്മളെല്ലാ സ്ഥലങ്ങളിലും ഇട്ടിട്ടുള്ള അതേ സെയിം ടൈൽ തന്നെയാണ് യൂസ് ചെയ്തിരിക്കണേ. ബാത്റൂം കൊടുത്തിട്ടുണ്ട്. ബാത്റൂമിൽ സാധാരണ എല്ലായിടത്തും ഇട്ടിരിക്കുന്ന പോലെ ഫുൾ അവിടെ വരെയുള്ള ബാത്റൂമാണ്. നോർമൽ ഫുൾ സൈസ് ടൈലും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. വാഷ് ഏരിയ ഒക്കെ നമ്മൾ താഴ്ത്തിയിട്ടാണ് ഇട്ടിരിക്കുന്നത്. അതങ്ങനെ നല്ല വൃത്തിയാക്കി ചെയ്തിട്ടുണ്ട്. ഗ്രൗണ്ട് ഫ്ലോറിലത്തെ 2ാമത്തെ ബെഡ്റൂമാണ് ഇത്. സുജിതാൻ്റെ അച്ഛനും അമ്മയ്ക്കും വേണ്ടിയിട്ടുള്ള ബെഡ്റൂമാണ് കേട്ടോ. ഇതിൻ്റെ സൈസ് വരുന്നത് ഒരു 13:10 ഈ ബെഡ്റൂം വരുന്നത്. 13:45 ഉണ്ട്. 13:45 10 സൈസ് വരുന്ന ഇതിലാണ് ഈ ബെഡ്റൂം സൈസ് വരുന്നത്. ഇത് 3 കള്ളി വാർഡ്രോബ് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഇവിടുത്തെ വാർഡ്രോബുകളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാം, നമ്മൾ കൺസീൽഡ് ചെയ്തിട്ടാണ് വെച്ചിരിക്കണേ. ഇവിടെ നിന്നല്ല, ഇതിൻ്റെ ഉള്ളിലേക്കും ഏകദേശം ഒരു 7 ഇഞ്ച് ഉള്ളിലേക്കായിട്ടാണ് വെച്ചിരിക്കണം. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും സ്പേസ് നമ്മൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ അടിയിൽ മുട്ടിച്ചിട്ടില്ല, അപ്പോൾ ക്ലീൻ ചെയ്യാനും കുറച്ചും കൂടി ഈസിയാണ്. അടി കൂടെ ചൂലിട്ട് അടിച്ച് പൊടികളൊക്കെ എടുക്കാനും ഈസിയാണ്. പിന്നെ ജനൽ, വാതിലും കട്ടിലൊക്കെ നമ്മൾ ഫുള്ള് ഈ വീട്ടിലത്തെ എല്ലാം മരം തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത് കേട്ടോ. ഇത് ആഞ്ഞിലി എന്ന് പറഞ്ഞിട്ടുള്ള മരമാണ് ഇതിൻ്റെ കട്ടിലും വാതിലൊക്കെ യൂസ് ചെയ്തിരിക്കുന്നത്. കളറ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 2 കളറും, സാൻഡിൽ കളറും വൈറ്റ് കളറും രണ്ടും 2ആയിട്ട് 2 വാളിൽ കൊടുത്തു. പിന്നെ ഇത് അറ്റാച്ച്ഡ് ബാത്റൂമാണ്. നേരത്തെ പറഞ്ഞ പോലെ ഈ ബാത്റൂമിൻ്റെയും ഫ്ലോർ നമ്മൾ താഴ്ത്തിയാണ് ഇട്ടിരിക്കുന്നത്. മാത്രമല്ല വാഷ് ഏരിയ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. വാഷ് ഏരിയ ഡൗൺ ആയിട്ടുള്ള രീതിയിലാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി ക്ലീൻ ആയിട്ട് നിൽക്കുകയും ചെയ്യും. അതുപോലെ തന്നെ മിറർ, വാഷ് ബേസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതാണ് ഈ ബെഡ്റൂമിൻ്റെ കാര്യങ്ങൾ. അപ്പോൾ നമ്മൾ ഇനി കാണാൻ പോകുന്നത് നമ്മളുടെ ഈ വീടിൻ്റെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള ഓപ്പൺ കിച്ചനാണ്. നമ്മളുടെ ഈ ഒരു ഏരിയയ്ക്ക് ഏറ്റവും കൂടുതൽ ഭംഗി കൊടുക്കുന്ന ഒരു ഭാഗമാണ് കേട്ടോ ഈ ഒരു ഓപ്പൺ കിച്ചൻ എന്ന് പറഞ്ഞാൽ. ഇതിൻ്റെ ഒരു എൻട്രൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു ടീക്കിൻ്റെ കളറിൽ ഫുള്ള് യു ടൈപ്പിൽ പാനൽ ചെയ്തിട്ടുണ്ട്. അതുപോലെ ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം നിന്നുകൊണ്ട് അല്ലെങ്കിൽ വലിയ ചെയർ ഇട്ടുകൊണ്ട് ഭക്ഷണം കഴിക്കാവുന്ന രീതിയിലുള്ള ഒരു കൗണ്ടറാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഈ കൗണ്ടർ ടോപ്പ് നമ്മളൊരു ബ്ലൂ ഗ്രേ കളർ വരുന്ന ഒരു ഗ്രാനൈറ്റാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഗ്രാനൈറ്റിനെ ഈ സൈഡിലേക്കും ഡബിൾ ഒട്ടിച്ച് മറച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഉൾഭാഗം ലൂവർ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ 2 ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള 2 ലൈറ്റിങ് കൊടുത്തിട്ടുണ്ട്. എന്തെങ്കിലും സാധനങ്ങളൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ല എന്താ പറയുക, ഫ്ലവറാ
എന്തെങ്കിലും പോട്ടൊക്കെ വെച്ച് നല്ല രസം ഉണ്ടാവുന്ന രീതിയിലാണ് അത് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ലൂറ് വെച്ചിട്ടാണ് ഫിനിഷ് ചെയ്തിരിക്കുന്നത്. കുറേ ആളുകൾ നമ്മൾ വീട് താമസം കഴിഞ്ഞതാണ് ഓൾറെഡി. അപ്പോൾ ഈ തിണ്ട് എന്തിനാന്ന് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ മെയിനായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞത് നമ്മളുടെ എല്ലാ വീടുകളും വാസ്തു അനുസരിച്ചാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഈ അടുക്കളയുടെ കണക്ക് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ കറക്റ്റ് മീൻസ് ഇതിൻ്റെ വാസ്തു പ്രകാരം വേണ്ട അടുക്കളയ്ക്ക് വേണ്ടതായിട്ടുള്ള അളവ് നിലനിർത്താൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഹൈറ്റ് നമ്മൾ കൊടുത്തിരിക്കുന്നത് കേട്ടോ. നമ്മളൊരുവിധം എല്ലാ വീടുകളും നമ്മൾ ചെയ്യുന്ന എല്ലാ വീടുകളിലും അങ്ങനെ കൊടുക്കും. നമ്മളിവിടെ അമ്മയും മകളാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഇവർ 2 പേർക്ക് നിൽക്കാൻ വേണ്ടിയിട്ട് കിച്ചൺ ശരിക്കും പറഞ്ഞാൽ ഈ വീടിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ കുറച്ച് ചെറിയ കിച്ചണാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കിണർ വന്നപ്പോൾ നമുക്ക് കുറച്ച് ഏരിയ അവിടെ നഷ്ടപ്പെട്ടു. അതുകൊണ്ട് നമ്മൾ ഈ കിച്ചണിൽ ആദ്യം തന്നെ മാക്സിമം നമ്മൾ ഉള്ള സ്ഥലത്തിനെ യൂട്ടിലൈസ് ചെയ്യാൻ നമ്മൾ എപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്. ആദ്യം തന്നെ നമ്മൾ ഈ ഫ്രിഡ്ജിനെ നമ്മൾ ഹൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് മീൻസ് ഒതുക്കി വെക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ഗ്രാനൈറ്റ് സ്ലാബിനെ ഒതുക്കി അങ്ങനെ അതുപോലെ ഈ ഒരു റൈറ്റ് സൈഡിലത്തുള്ള വാഷ് ഏരിയനെ കുറച്ച് ഒതുക്കി അങ്ങനെയൊക്കെ. അതുപോലെ തന്നെ ഇപ്പുറത്തെ ഒരു ടോൾ യൂണിറ്റ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഈ ടോൾ യൂണിറ്റിനെ കുറച്ചും കൂടി ഒതുക്കി അങ്ങനെ ഈ ഉള്ള സ്ഥലത്തിനെ മാക്സിമം യൂസ് ചെയ്യാവുന്ന രീതിയിൽ ആക്കിയിട്ടാണ് എടുത്തിരിക്കുന്നത്. ഇപ്പോൾ നല്ല സ്പേസ് നമുക്ക് കിട്ടുന്നുണ്ട്. നമുക്കറിയാം ഓപ്പൺ കിച്ചൺ ആയതുകൊണ്ട് തന്നെ നല്ല വൃത്തിയിൽ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാ സൈഡിലും മേലെയും സൈഡുകളിലും ഫുള്ളായിട്ടും നമ്മൾ ഷെൽഫുകൾ കൊടുത്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ മൾട്ടിവുഡാണ് ഇതിലെല്ലാത്തിലും യൂസ് ചെയ്തിരിക്കണേ. മൈക്ക ഒരു ലൈറ്റ് ഗ്രേ എന്ന് വേണമെങ്കിൽ പറയാവുന്ന രീതിയിൽ ലൈറ്റ് ഗ്രേ കളറിലുള്ള മൈക്കാണ് നമ്മൾ കൊടുത്തിരിക്കണേ. ഇതിൽ പൗഡർ കോട്ടഡ് ബ്ലാക്ക് കളറിലുള്ള ഹാൻഡിൽസ് ആണ് കൊടുത്തിരിക്കണേ. ഇതിൻ്റെ കിച്ചൺ ടോപ്പ് കൊടുത്തിരിക്കുന്നത് ബ്ലൂ കളറിലുള്ള ഗ്രാനൈറ്റ് ആണ് ഇതിൻ്റെ കൗണ്ടർ കൊടുത്തിരിക്കണേ. നമ്മളുടെ ഈ ഒരു ഇതിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ ചിമ്മിണി കൊടുത്തിട്ടുണ്ട്. ചിമ്മിണി ഫേബറിൻ്റെ ചിമ്മിണിയാണ് കൊടുത്തിരിക്കുന്നത്. ഓട്ടോമാറ്റിക് ചിമ്മിണിയാണ്. നമ്മൾ കൈ കൊണ്ട് ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ വർക്ക് ചെയ്യും. ആ രീതിയിലുള്ള ചിമ്മിണിയാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ 4 ബർണർ സ്റ്റൗ ആണ് കൊടുത്തിരിക്കുന്നത്. ഓട്ടോമാറ്റിക് സ്റ്റൗ ആണ് കൊടുത്തിരിക്കുന്നത്. ഗ്രീൻ ഷെഫിൻ്റെ സ്റ്റൗ ആണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ കട്ട് ചെയ്ത് ഉള്ളിലേക്ക് വെച്ചത് കൊണ്ട് തന്നെ നമുക്ക് അവർക്ക് യൂസ് ചെയ്യാനായാലും എല്ലാത്തിനും നല്ല ഈസിയാണ്. നമുക്ക് നല്ല ഒരു ഭംഗിയും കൊടുക്കും. അതുപോലെ തന്നെ ഇതിൻ്റെ അടിയിൽ ഗ്രേക്ക് ചേരുന്ന രീതിയിൽ വൈറ്റ് കളറിൽ നമ്മൾ ടാൻഡം ബോക്സ് 3 കൊടുത്തിട്ടുണ്ട്. ഓട്ടോ ക്ലോസ് നല്ല സ്ലോ ടൈപ്പ് ടാൻഡം ബോക്സാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ സിങ്ക് കൊടുത്തിട്ടുണ്ട്. 2 ടാപ്പ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഈവൻ ഫ്യൂച്ചറിൽ നമുക്ക് വാട്ടർ പ്യൂരിഫയർ ഒക്കെ വെക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രൊവിഷൻ കൊടുത്തിട്ടുണ്ട്. ടോളി യൂണിറ്റ് സിമ്പിളായിട്ടുള്ള ബഡ്ജറ്റ് ആയിട്ടുള്ള ഒരു ടോളി യൂണിറ്റും കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിൽ ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. അതിനൊരു ഭംഗി കൊടുക്കാൻ വേണ്ടിയിട്ട് ലൈറ്റിങ് കൊടുത്തിട്ടുണ്ട്. അടിയിൽ 2 ഷെൽഫ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ സ്ലാബിൻ്റെ മേലെയും നമ്മൾ മാക്സിമം ബോക്സുകൾ യൂസ് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് എപ്പോഴും വീട്ടിൽ സാധനങ്ങൾ ഒരുപാട് ഉണ്ടാവില്ല. അപ്പോൾ അതൊക്കെ എടുത്ത് വെക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയും കൊടുത്തിട്ടുണ്ട്. ഈ ലൈറ്റിംഗ് ഒക്കെ വരുന്നതുകൊണ്ട് നല്ലൊരു എലഗൻറ്റ് ലുക്ക് നമ്മളുടെ ഈ ഒരു കിച്ചന് നമുക്ക് കിട്ടും. അപ്പോൾ നമ്മളുടെ കിച്ചണിൽ നേരെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇപ്പുറത്ത് വർക്ക് ഏരിയയാണ് നമ്മളുടെ ഇവിടെ വരുന്നത്. നമുക്കറിയാം ഓപ്പൺ കിച്ചൺ ആയതുകൊണ്ട് തന്നെ നമുക്ക് കൂടുതൽ വർക്കുകൾ ഇവിടെയാണ് ചെയ്യേണ്ടി വരിക. അപ്പോൾ ഇവർക്ക് വീട് സ്റ്റാർട്ടിങ് ആയപ്പോൾ തന്നെ നമുക്ക് പുകയില്ലാത്ത അടുപ്പ് നിർബന്ധമായിരുന്നു. അപ്പോൾ നമ്മൾ അതൊക്കെ ആദ്യം തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ സ്ലാബ് മുഴുവൻ നമ്മൾ അവിടെ കണ്ട അതേ സെയിം ബ്ലൂ കളർ വരുന്ന ഗ്രാനൈറ്റാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. നിലവിൽ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതുമ്പോൾ തൊടുമ്പോൾ തന്നെ നല്ല ചൂടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ പോകാനുള്ള ചിമ്മിണി കാര്യങ്ങൾ സാധാരണ നോർമൽ സിങ്ക് പിന്നെ അതുപോലെ കബോർഡ് കാര്യങ്ങളൊക്കെ നമ്മൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഈ വർക്ക് ഏരിയയുടെ കാര്യങ്ങൾ. അപ്പോൾ നമ്മൾ ഗ്രൗണ്ട് ഫ്ലോറിൽ നിന്ന് മേലെ അപ്പറിലേക്ക് കയറി വരുന്ന ഒരു ഏരിയയാണ്. അത് അപ്പർ ലിവിങ് ആയിട്ട് നമ്മൾ ഇവിടെ സെറ്റ് ചെയ്തിരിക്കണേ. ഇവിടെ നമ്മൾ കൊടുത്തിരിക്കുന്നത് ടൈല് വരുന്നത് 4x2 ടൈലാണ് കൊടുത്തിരിക്കണേ. ഒരു ബേബി സ്കിൻ ടൈപ്പാണ് ടൈല് കൊടുത്തിരിക്കണേ. സിംപോളോടെ ടൈൽ തന്നെയാണ് നമ്മൾ ഈ വീട്ടിൽ ഒരുവിധം എല്ലായിടത്തും യൂസ് ചെയ്തിരിക്കുന്നത്. വാള് വരുന്നത് പുട്ടി ഫിനിഷിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. പിന്നെ സീലിങ്ങിൽ ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്. 2 ഹാങ്ങിങ് ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട്. ഫാൻ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ അത്യാവശ്യം ഇവിടെ നമുക്ക് എന്തെങ്കിലും ഇപ്പോൾ ഫാമിലീസ് ഇവരുടെ റിലേറ്റീവ്സ് ഒക്കെ വന്നു കഴിഞ്ഞാൽ അവർക്ക് നിൽക്കാവുന്ന രീതിയിൽ 2 ബെഡ്റൂമാണ് മേലെ ഉള്ളത്. പിന്നെ എന്ന് പറഞ്ഞാൽ നല്ല സ്ഥല സൗകര്യം. ഈ ഹാള് സാധാരണ ഒരു ഹാളിൻ്റെ അതേ വലുപ്പം തന്നെ ഈ ഹാളിന് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇത്രയും ഏരിയ നമുക്കിവിടെ കിട്ടും. ഇവിടെ നമ്മൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 2 ബെഡ്റൂമും ഒരെണ്ണം അറ്റാച്ച്ഡും ഒരെണ്ണം കോമൺ അറ്റാച്ച്ഡാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ കയറി വരുമ്പോൾ തന്നെ ഈ ബാത്റൂം കാണാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിനൊരു പാനൽ വർക്ക് കൊടുത്തിട്ട് ക്ലോസ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ നിന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ
ഇങ്ങനെ ഹാൻഡിലൊന്നും കൊടുത്തിട്ടില്ല, പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഉള്ളിൽ ബാത്റൂം വരുന്ന രീതിയിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ കുറച്ച് വർക്കുകൾ ബാലൻസ് ഉണ്ട്, അത് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു ടീക്ക് ഫിനിഷിലുള്ള ഒരു ലൂവറാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അതൊരു ഇവിടെ കയറി വരുമ്പോൾ തന്നെ ഒരു ലുക്ക് നമ്മൾ കൊടുക്കും. പിന്നെ എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു കട്ടിങ് വരുന്നുണ്ട്, ഓൾറെഡി പ്ലാനിലുള്ള കട്ടിങ് ആണത്. അപ്പോൾ നമ്മൾ അതിന് ഭംഗിയാക്കാൻ വേണ്ടിയിട്ട് ഒരു ടച്ച് മിറർ കൊടുത്തു, ഒരു 3 കളർ ലൈറ്റിങ് വരുന്ന ഒരു ടച്ച് മിറർ കൊടുത്തു, ഒരു വാഷ് ബേസിൻ കൊടുത്തു, സിംഗിൾ പീസ് ഫുൾ വാഷ് ബേസിനാണ് നമ്മൾ കൊടുത്തത്, വൈറ്റ് കളർ കൊടുത്തു. അപ്പോൾ നമുക്ക് ഇവിടെ ടോയ്ലറ്റ് യൂസ് ചെയ്താലോ ബ്രഷ് ചെയ്യാനൊക്കെ ആയിട്ട് ഇത് കോമൺ ആയിട്ട് യൂസ് ചെയ്യാം. നേരെ വരുമ്പോഴുള്ളൊരു അപാകത ഇത്തരം ഒരു പ്രീമിയം സ്റ്റൈലിലുള്ള ഈ വാഷ് ബേസിൻ വെക്കുന്നതിലൂടെ നമുക്ക് ഒഴിവാക്കാനും പറ്റും കേട്ടോ. പിന്നെ വിൻഡോ ഒരെണ്ണം വെച്ചിട്ടുണ്ട് 3 കള്ളി, അതിന് ബ്ലൈൻഡ്സ് ഒക്കെ വെച്ച് നല്ല വൃത്തിയാക്കി. അപ്പോൾ ഇവിടെ പിന്നെ ടി വി, ഇപ്പോൾ ഓൾറെഡി ടി വി താഴത്തുണ്ട്, എന്നാൽ ഇവിടെ ഫ്യൂച്ചറിൽ ടി വി ഒക്കെ വെക്കുകയാണെങ്കിൽ നമ്മളൊരു ചെറിയ ടി വി യൂണിറ്റ് ഇവിടെ ചെയ്തു. ഒരു 50 ഇഞ്ചിൻ്റെ വരെ അല്ലെങ്കിൽ 55 ഇഞ്ചായാലും ടി വി വയ്ക്കാവുന്ന രീതിയിലാണ് ഈ ടി വി യൂണിറ്റ് ചെയ്തിരിക്കണേ. ഇതിന് 3 ഷെൽഫുകളും നമ്മൾ താഴെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഹാളിൽ നിന്ന് നേരെ ബെഡ്റൂമിലേക്ക് കിടക്കുകയാണ്. ബെഡ്റൂമിലേക്ക് കിടക്കുന്നതിന് മുന്നേ ബാത്റൂം, ഈ ഒരു ഇതിൻ്റെ കോമൺ ബാത്റൂമാണ് ഇത്. ഇതിൻ്റെ ബെഡ്റൂം അപ്പുറത്താണ്, ഇതാണ് അതിൻ്റെ ബാത്റൂം. നമ്മൾ ഇതിലും നമ്മൾ സിംബോളോടെ ടൈലുകളാണ്, മാറ്റും അതുപോലെ തന്നെ ഗ്ലോസിയും മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ വെച്ചിരിക്കുന്നത്. സാധാരണ ഒരു ടോയ്ലറ്റിലുള്ള എല്ലാ സൗകര്യങ്ങളും നമ്മൾ അതിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഈ ബെഡ്റൂമിലേക്ക് കിടക്കണേക്കാൾ മുന്നേ ഇതിൻ്റെ ഡോറ്, നമ്മൾ ഈ വീട്ടിലത്തെ എല്ലാ ഡോറുകളും വുഡൻ ഡോറുകളാണ്. ഇതുമേ എല്ലാം നല്ല പോളിഷൊക്കെ ചെയ്തിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് കേട്ടോ. അങ്ങനെ നമ്മളുടെ അപ്പർ ലിവിങ്ങിലത്തെ സെക്ഷനിൽ നിന്ന് കടന്നു കഴിഞ്ഞാൽ നേരെ ബെഡ്റൂമിലേക്കാണ് നമ്മൾ കിടക്കണേ. ഇത് ശരിക്കും പറഞ്ഞാൽ ഫസ്റ്റ് ഫ്ലോറിലത്തെ മാസ്റ്റർ ബെഡ്റൂം എന്ന് പറയാം. ആ രീതിയിലുള്ള ഒരു ബെഡ്റൂമാണ്. ഇതിൻ്റെ സൈസ് വരുന്നത് 14x10 ഈ ഒരു ബെഡ്റൂം ചെയ്തിരിക്കുന്നത് കേട്ടോ. നമ്മൾ ഇതിൻ്റെ താഴത്തെ ബെഡ്റൂം ഇതേ സൈസ് തന്നെയാണ് വരുന്നത്. ടൈല് ഈ ഫ്ലോറിൽ മൊത്തമായിട്ടും നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് ഈ 4x2 ഈ ബേബി സ്കിൻ ടൈപ്പിലുള്ള ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഏരിയ എന്ന് പറഞ്ഞ ഒരു ബാവിൻഡോ മോഡലിലാണ് നമ്മൾ ഇവിടെ ചെയ്തിരിക്കുന്നത്. നമുക്കറിയാം, ഒരു ബാവിൻഡോ കൊടുക്കുന്ന സമയത്ത് നമുക്ക് റൂമിൽ ഇഷ്ടംപോലെ സ്ഥലം കിട്ടും. അതുപോലെ തന്നെ പഠിക്കണമെങ്കിൽ പഠിക്കാം, കുട്ടികൾക്കൊക്കെ വേണമെങ്കിൽ ഇതുമൊക്കെ എടുക്കണമെങ്കിൽ എടുക്കാം, എല്ലാ സൗകര്യവും ഉണ്ട്. ഓഫീസ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമ്പ്യൂട്ടർ വെച്ചിട്ട് യൂസ് ചെയ്യണമെങ്കിൽ യൂസ് ചെയ്യാം. നമ്മൾ ഇത്തിരി ഹൈറ്റിലാണ് കൊടുത്തിരിക്കുന്നത്, ഈ ഹൈറ്റിൽ ഇരിക്കാവുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഡിസൈൻ അങ്ങനെയാണ് വരുന്നത്, വിൻഡോ സൈസ് അങ്ങനെയാണ് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ആദ്യം എന്താ പറയുക, അധികം താഴെ നിന്ന് കൊടുത്തില്ല, ടോപ്പിൽ നിന്നാണ് കൊടുത്തിരിക്കുന്നത്. ഇതിപ്പോൾ ചെറിയ ഇവരുടെ വീട്ടിൽ പഴയ വീട്ടിലുണ്ടായിരുന്ന കട്ടിലാണ് ഇട്ടിരിക്കുന്നത്. വലിയ കട്ടിലിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങോട്ട് ചേർത്ത് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് കുട്ടികളൊക്കെ ഇവിടെ സേഫായിട്ട് ഇരുത്താട്ടോ. നമ്മൾ പുറത്തെ കാഴ്ചകളൊക്കെ കണ്ട് നല്ല കാറ്റൊക്കെ കൊണ്ടിരിക്കാവുന്ന ഒരു അടിപൊളി സ്പേസ് ആണ്. നമുക്ക് കമ്പ്യൂട്ടറൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്ലഗും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ വാർഡ്രോബ് കൊടുത്തിട്ടുണ്ട്. 3 കള്ളി വാർഡ്രോബാണ് കൊടുത്തിരിക്കുന്നത്. ചെറിയൊരു മിറർ കൊടുത്തിട്ട് ചെറിയൊരു ഷെൽഫ് കൂടെ കൊടുത്തിട്ടുണ്ട്. കുട്ടികളുടെ മേക്കപ്പ് സാധനങ്ങളും കാര്യങ്ങളൊക്കെ അതിൽ യൂസ് ചെയ്യാം. ഇതിന് 3 കള്ളി വാർഡ്രോബാണ് കൊടുത്തിരിക്കുന്നത്. ഇതൊക്കെ ചെയ്തിരിക്കുന്നത് മൾട്ടിവുഡിലാണ് നമ്മൾ ഈ വാർഡ്രോബ്സ് ഒക്കെ ചെയ്തിരിക്കുന്നത്. ഈ മിറർ അത്യാവശ്യം ഫുൾ മിററായിട്ട് നല്ല ഹൈറ്റിലാണ് കൊടുത്തിരിക്കുന്നത്. സാരി കൊടുക്കുന്ന സമയത്ത് അത്യാവശ്യം ഫുൾ വ്യൂ കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു ഹൈറ്റിൽ കൊടുത്തിരിക്കുന്നത് കേട്ടോ. സീലിങ്ങിൽ ജസ്റ്റ് 2 ലൈറ്റ് വെച്ചു, ഇത്ര തന്നെ നോർമൽ. ഇവിടെയും 2 3 കളർ ലൈറ്റാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്, അത് വെച്ചിട്ടുണ്ട്. രാത്രിയൊക്കെ നടക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു ലൈറ്റും ഈ സൈഡിൽ കൊടുത്തിട്ടുണ്ട്. ബാത്റൂം ഇത് ഓൾറെഡി അറ്റാച്ച്ഡ് ബാത്റൂമാണ്. ഇത് താഴ്ത്തിയിട്ടാണ് ഈ ബാത്റൂം ഇട്ടിരിക്കുന്നത്. ഇതിൻ്റെ ടൈലിൻ്റെ ലുക്ക് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഫിനിഷിലാണ് ഇവിടുത്തെ ടൈലുകൾ വരുന്നത്. മിറർ, വാഷ് ബേസിൻ, ക്ലോസറ്റ്, ഷവർ, ബാക്കി എല്ലാ നോർമൽ ബാത്റൂമുകളിലുള്ള എല്ലാ സൗകര്യങ്ങളും നമ്മൾ ഈ ഒരു ബാത്റൂമിലും കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ഫ്ലോറിലത്തെ 2ാമത്തെ ബെഡ്റൂമിലേക്കാണ് നമ്മൾ കിടക്കാൻ പോണേ. ഇതാണ് 2ാമത്തെ ബെഡ്റൂം. നേരത്തെ പറഞ്ഞ പോലെ വുഡിൻ്റെ ഡോറാണ് വെച്ചിരിക്കുന്നത്. കടന്നു കഴിഞ്ഞാൽ അവിടെ കട്ടിലിട്ടിട്ടുണ്ട്. അവരുടെ പഴയ കട്ടിൽ നിലവിൽ ഇവിടെ ഇട്ടിട്ടുണ്ട്. 3 കള്ളി വാർഡ്രോബ് കൊടുത്തിട്ടുണ്ട്. സാധാരണ വിൻഡോ നോർമൽ കൊടുത്തിട്ടുണ്ട്. ടൈല് സെയിം തന്നെയാണ്. ഇതൊരു 13.5-10 സൈസ് വരുന്നത് ഈ ബെഡ്റൂം കേട്ടോ. നമ്മൾ അവിടെ കണ്ടതിനേക്കാളും കുറച്ചും കൂടി ചെറിയ ബെഡ്റൂം ആണെന്നാലും നല്ല സൗകര്യത്തിലാണ് ഈ ബെഡ്റൂം ഉള്ളത്. ഇതിൽ വലിയ കാര്യമായിട്ടുള്ള വേറെ ഡിസൈൻസോ കാര്യങ്ങളോ നമ്മൾ കൊടുത്തിട്ടില്ല. ഇനിയിപ്പോൾ ഇവിടുത്തെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ബാൽക്കണിയാണ്. നമുക്ക് ബാൽക്കണി ഒന്ന് കാണാം. ബാൽക്കണിയിലേക്ക് കിടക്കാണ്. താഴെ സിറ്റ് ഔട്ടിൻ്റെ സെയിം സൈസ് തന്നെയാണ് ഈ ബാൽക്കണിയും കൊടുത്തിരിക്കണേ. ഇതിൽ നമ്മൾ ടഫൻ ഗ്ലാസ് ചെയ്തിട്ടാണ് 2 സൈഡും ഈ ഒരു ഹാൻഡ് റെയിൽ വർക്ക് കൊടുത്തിരിക്കണേ. ഹാൻഡ് റെയിൽ ഫുള്ള് ടീക്കാണ് ചെയ്തിരിക്കണേ. അതിന് പോളിഷ് വർക്ക് കൊടുത്തിട്ടുണ്ട്.
ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ സ്റ്റെയറിലേക്ക് നമ്മുടെ വർക്കുകളൊക്കെ ചെയ്തു വന്നപ്പോൾ നമുക്ക് ലൈറ്റ് ഇത്തിരി കുറവ് പോലെ തോന്നി. നമ്മുടെ എല്ലാ വീടുകളിലും നല്ല ലൈറ്റിങ്ങും നല്ല എയർ സർക്കുലേഷനും എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കും അത്. അപ്പോൾ ഇവിടുത്തെ ഡിസൈൻ അനുസരിച്ച് വലിയ വിൻഡോ വെക്കാൻ കുറവായതുകൊണ്ട് നമ്മൾ ചെറിയ വിൻഡോസാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ലൈറ്റ് ഇത്തിരി കുറവാണെന്ന് തോന്നിയപ്പോൾ നമ്മളൊരു ഗ്ലാസ് വർക്ക് കൊടുത്തതാണ്. അതിങ്ങനെ പോളിഷ് ചെയ്ത് സെറ്റ് ചെയ്തു, അതൊരു ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തു. അപ്പോൾ നല്ല ഭംഗിയായിട്ട് തോന്നി. ഉള്ളിലേക്ക് നല്ല വെളിച്ചം കിട്ടുന്നുണ്ട് കേട്ടോ. ഇത് ടീക്കിൽ പോളിഷ് ചെയ്തിട്ടാണ് കൊടുത്തത്. ഗ്ലാസ് ടഫൻ്റാണ്. സീലിംഗ് നല്ല പുട്ടിയൊക്കെ ഇട്ട് നല്ല ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ കൊടുത്ത് അടിപൊളിയാക്കിയിട്ടുണ്ട് കേട്ടോ. ഡോറ് നമ്മൾ താഴത്തെ പോലെ തന്നെ പോളിഷ് ചെയ്ത് സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇതാണ് ഡോറ് വരുന്നത്. അപ്പോൾ നമ്മൾ ഫ്രണ്ടിൽ നിന്നുള്ള വ്യൂവിൽ കാണുന്ന ഡോറ് ഇതാണ്. ഒരു ഫാദർ ആൻഡ് സൺ മോഡലിലാണ് ഈ ഡോറും കൊടുത്തിരിക്കണേ. വലിയ ലോങ് ഹാൻഡിൽ കൊടുത്തു. ഇതാണ് ഇവിടുത്തെ ഒരു ലുക്ക് എന്ന് പറയുന്നത്. അപ്പോൾ SR ബിൽഡേഴ്സിൻ്റെ 20ാമത്തെ പ്രോജക്റ്റിൻ്റെ വീഡിയോ ആണ് നിങ്ങൾ കണ്ടത്. അപ്പോൾ ഒരുവിധം എല്ലാ കാര്യങ്ങളും നമുക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മെയിനായിട്ട് ഈ വീടുകളൊക്കെ ചെയ്ത് കൊടുക്കുന്നത് തൃശ്ശൂർ ഏരിയ ബേസ് ചെയ്തിട്ടാണ് നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ബന്ധുക്കൾക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ ആർക്കെങ്കിലും ആവശ്യമാണെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യാം. ഞാൻ കോൺടാക്ട് നമ്പർ താഴെ കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് വീടെന്ന് പറഞ്ഞാൽ 1950 സ്ക്വയർ ഫീറ്റാണ് വരുന്നത്. 4 ബെഡ്റൂം, പിന്നെ എല്ലാം നിങ്ങൾ കണ്ടുവരും, അങ്ങനെയാണ് വരുന്നത്. പല രീതിയിലുള്ള പല ബഡ്ജറ്റിലുള്ള പ്ലാനുകൾ നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ നിങ്ങൾ നേരിട്ട് കോൺടാക്ട് ചെയ്യാൻ വെച്ചാൽ അതിൻ്റെ ഡീറ്റെയിൽ നമുക്ക് തരാം കേട്ടോ. അപ്പോൾ സുബി, എങ്ങനെയുണ്ട് വീഡിയോ ഒക്കെ? നിങ്ങൾക്ക് ഇഷ്ടമായോ വീട്? അപ്പോൾ നമ്മുടെ പ്രോജക്റ്റ് നമ്പർ 20 എങ്ങനെ ഉണ്ട് എന്നുള്ളതൊക്കെ നിങ്ങൾ ഫുൾ വീഡിയോ നമ്മുടെ ഇതിൽ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ, എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളതൊക്കെ താഴെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. എന്തായാലും മറ്റൊരു വീഡിയോയുമായി കാണുമ്പോഴേക്കും എല്ലാവർക്കും ബൈ.